IPL എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ അതിഗംഭീര വിജയം. ചെന്നൈ സൂപ്പർ കിങ്സിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് വിജയം സ്വന്തമാക്കിയത്. ഏകദേശം 4 ഓവറുകൾ ബാക്കി നിർത്തിയാണ് മുംബൈ ഇന്ത്യൻസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നേടിയത് 176 റൺസായിരുന്നു. ചെന്നൈക്ക് വേണ്ടി ജഡേജയും ദുബൈയും അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ ആയുഷ് മാത്ര എന്ന 17കാരൻ നേടിയത് 32 റൺസാണ്. മറ്റെല്ലാ ബാറ്റർമാരും മെല്ലെപ്പോക്കിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ടു. മുംബൈ ബോളേഴ്സിൽ തകർത്തെറിഞ്ഞത് ബുംറയാണ്. 4 ഓവറിൽ 25 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് നേടിയപ്പോൾ സാഡ്നർ 3 ഓവറിൽ വഴങ്ങിയത് 14 റൺസ് മാത്രമാണ്. ദീപക് ചഹർ 4 ഓവറിൽ 32 റൺസ് വഴങ്ങിയപ്പോൾ ട്രെന്റ് ബോൾട്ടും റൺസ് വഴങ്ങി. ഹാർദിക് പാണ്ഡ്യ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. എന്നാൽ മറുപടി ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ വിജയം ആധികാരികമായിരുന്നു. 63 റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിനു ശേഷം 14 റൺസിന്റെ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ചേർന്നൊരുക്കിയത്. സീസണിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് രോഹിത് നേടിയത്. സൂര്യകുമാർ യാദവും മിന്നിച്ചു. 45 പന്തിൽ 4 ഫോറും 6 സിക്സും അടക്കം 76 റൺസ് രോഹിത് നേടിയപ്പോൾ 30 പന്തിൽ 68 റൺസാണ് സൂര്യകുമാർ നേടിയത്. 6 ഫോറും 5 സിക്സും അടങ്ങുന്നതായിരുന്നു സൂര്യകുമാറിന്റെ ഇന്നിംഗ്സ്. മുംബൈയുടെ വിജയം ആധികാരികമായിരുന്നു. റൺ റേറ്റ് നിലയും മുംബൈ ഇന്ത്യൻസ് ഒരുപാട് മെച്ചപ്പെടുത്തി. പോയിന്റ് പട്ടികയിൽ 8 മത്സരങ്ങളിൽ നിന്ന് 4 വിജയവുമായി 6ാം സ്ഥാനത്ത് തുടരുകയാണ് മുംബൈ. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സീസൺ ഏകദേശം അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. 8 മത്സരങ്ങളിൽ നിന്ന് 2 വിജയം മാത്രമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. റൺ റേറ്റ് ആകട്ടെ ഏറെ പിന്നിലും. മുംബൈ ഇന്ത്യൻസിന് തുടർന്നുള്ള വിജയങ്ങൾ അനിവാര്യമായപ്പോൾ ചെന്നൈക്ക് തുടർന്നുള്ള വിജയങ്ങൾ മാത്രം പോരാ. ഒരുപാട് മിസ്ഫീൽഡിന്റെ പേരിലും ചെന്നൈ സൂപ്പർ കിങ്സ് പഴികേൽക്കുകയാണ്. മാത്രമല്ല മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡിങ്ങും ഏറെ മെച്ചപ്പെട്ടു. സീസണിന്റെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ആരംഭിച്ചത്. എന്നാൽ ഇന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ അതിനുള്ള ഒത്ത മറുപടിയാണ് മുംബൈ ഇന്ത്യൻസ് നൽകിയിരിക്കുന്നത്.